എല്ലാവർക്കും നമസ്കാരം. CCTV ഒരുക്കുന്ന ഓണക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓണക്കൂട്ട് പരിചയപ്പെടുന്നതിനായിട്ട് എത്തിയിട്ടുള്ളത് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള മീന സാജന്റെ വീട്ടിലേക്കാണ്. ചേച്ചി നമസ്കാരം. നമസ്കാരം. ആദ്യമായി തന്നെ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഓണൊക്കെ ആയിട്ട് എന്താണ് പരിപാടി? സുഖാണോ? ഓണായിട്ട് സുഖമാണ്. ഓണാഘോഷങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ CCTV പ്രേക്ഷകർക്കായിട്ട് ചേച്ചി ഏത് വിഭവമാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്? കിച്ചടിയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഏത് കിച്ചടിയാ? പൈനാപ്പിൾ കിച്ചടി. പൈനാപ്പിൾ കിച്ചടി. അപ്പൊ നമ്മളിന്ന് മധുരത്തോട് കൂടിയിട്ടാണ് എല്ലാവർക്കും മധുരമാണ് നൽകാൻ പോകുന്നത് അല്ലേ? ഇതിന് കിച്ചടി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഏതൊക്കെയാണ് ആവശ്യം? എന്തൊക്കെയാണ്? പൈനാപ്പിൾ കിച്ചടി ആവുമ്പോൾ നമുക്ക് പൈനാപ്പിൾ വേണം, പിന്നെ നാളികേരം വേണം, തൈര്, അധികം പുളിയില്ലാത്ത തൈര്, കടുക്. കിച്ചടിയുടെ ഒരു പ്രത്യേകതയാണ് കടുക് ചേർക്കുന്നതാണ് കിച്ചടി. കടുക് എങ്ങനെ താളിച്ചിട്ട് അതോ? അല്ല, നമ്മൾ കടുക് അരച്ച് ചേർക്കും. ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ്. ഒപ്പം തന്നെ സദ്യയിലെ ഒരു സ്പെഷ്യൽ വിഭവമാണ് കടുക് അരച്ച വിഭവം കിച്ചടിയാണ് ഉണ്ടാവുക കൂടി. പിന്നെ മഞ്ഞൾപ്പൊടി വേണം, ഉപ്പ് വേണം. കടുക് അരച്ച് ചേർക്കുന്നത് കിച്ചടിയിൽ മാത്രം? കിച്ചടിയിലാണ് നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി, വേപ്പില, വറ്റൽമുളക്, വെളിച്ചെണ്ണ. അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മളിവിടെ പാത്രം വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് പൈനാപ്പിൾ ഇടാം. ഒപ്പം തന്നെ കുറച്ച് ഉപ്പ് പിന്നെ മഞ്ഞൾപ്പൊടിയാണോ? കുറച്ച് മഞ്ഞൾപ്പൊടി. വെള്ളം. മറ്റു കിച്ചടികളിലൊന്നും മഞ്ഞൾപ്പൊടി അധികമായിട്ട് ചേർക്കില്ല, അതിൻ്റെ കളർ, തനതായ കളറ് കിട്ടാൻ വേണ്ടി. പക്ഷേ പൈനാപ്പിൾ ഏകദേശം ഒരു മഞ്ഞ കളർ കൂടി വരുന്നതാണല്ലോ, അതുകൊണ്ട് പൈനാപ്പിൾ കിച്ചടിയിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. കുറച്ച് വേപ്പില. ഇതിൽ നമ്മൾ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കണേ കേട്ടോ. ഇനി ഇത് ഒന്ന് നമ്മൾ മൂടി വയ്ക്കാം. നമ്മൾ കിച്ചടി ഇവിടെ വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം എടുക്കും തോന്നുന്നു അല്ലേ വേവാനായിട്ട്? അപ്പോൾ ഈ വേവണ സമയം കൊണ്ട് നമുക്ക് ചേച്ചിയുടെ കുറച്ച് വിശേഷങ്ങൾ, ഓണവിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഓണമായിട്ട് എങ്ങനെയാ വീട്ടിൽ സദ്യയൊക്കെ വെച്ച് വീട്ടുകാരോടൊപ്പം ഇരുന്നിട്ടൊക്കെ തന്നെയാണോ ഓണം ആഘോഷിക്കാറ്? ഓണം അങ്ങനെ തന്നെയാണ് ആഘോഷിക്കാറുള്ളത്. തിരക്കുകളുണ്ടെങ്കിലും ഓണാഘോഷം വീട്ടിൽ പരമാവധി അങ്ങനെയാണ് ചെയ്യാൻ ശ്രമിക്കാറുള്ളത്. എല്ലാ വിഭവങ്ങളും വീട്ടിൽ തന്നെ ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടാക്കാറുണ്ട്. ഓണം ഒരുവിധം എല്ലാ വിഭവങ്ങളും, സാമ്പാർ, അവിയൽ, കാളൻ, പുളിഞ്ചി, അതുപോലെ തോരൻ, പപ്പടം. എനിക്ക് സദ്യ ഉണ്ടാക്കാൻ വളരെ താല്പര്യമുള്ള ആളാണ്. ഭക്ഷണം വെക്കാൻ ഇഷ്ടമാണ്. എവിടെ നിന്നാണ് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് പഠിച്ചത്? അമ്മയിൽ നിന്നാണോ? അമ്മയിൽ നിന്ന്. വീട്ടില് ഓണത്തിന് അങ്ങനെയാണ് എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ഓണസദ്യ. അപ്പോൾ അവിടെ ഉണ്ടാക്കുന്നതിലും പിന്നെ ഞാൻ കല്യാണം കഴിച്ച് വന്നതും ഒരു നിറഞ്ഞ കുടുംബത്തിലേക്കാണ്. 4 ആൺകുട്ടികളുണ്ട് ഇവിടെ. അപ്പോൾ വലിയൊരു കുടുംബമാണ്. അപ്പോൾ വലിയൊരു ആഘോഷമായിരുന്നു. ഓണാഘോഷം എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും മനസ്സിൽ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ആഘോഷം തന്നെയാണ്. ഈ ചെറുപ്പകാലത്തിലെ ഓണം കുറെ ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. വീട്ടിൽ കുറെ പേരുള്ള കാരണം വളരെ രസമായിരുന്നു പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ഇപ്പോ ഓർക്കുമ്പോൾ ചെറുപ്പകാലത്തെ ഓണം എങ്ങനെയാണ് നമുക്ക് രണ്ടുപേരിൽ പറയാം? ചെറുപ്പകാലത്തെ ഓണം ഇപ്പോഴത്തേനൊക്കെ വലിയ വ്യത്യാസമാണ്. കാരണം ഇപ്പോഴൊക്കെ നവമാധ്യമങ്ങളും ഹൈടെക് യുഗത്തിലായപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം കാണുന്നുണ്ട്. പക്ഷേ ചെറുപ്പത്തിൽ നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്ന ഒരു ഓണമായിരുന്നു. കുട്ടികളോടൊപ്പം കളിക്കുവാനും, ഒപ്പം തന്നെ അന്ന് മൊബൈലും മറ്റുള്ളതൊന്നും അധികമായിട്ട് വന്നിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറമെ കളിക്കാനും കൂട്ടുകാരോടൊപ്പം പുറത്തു പോകാനും ഊഞ്ഞാലാടാനും ഒക്കെ വളരെ സന്തോഷമുള്ള ഒരു ഓണം ആയിരുന്നു ചെറുപ്പത്തിലും. ഇപ്പോൾ നമുക്ക് കുറച്ച് തിരക്കും ബഹളമൊക്കെ വന്നപ്പോൾ അതിൻ്റെതായ ഒരു വ്യത്യാസം ഇപ്പോൾ ഉണ്ട്. ചേച്ചി എങ്ങനെയാണ് ഒരു ജനപ്രതിനിധി എന്ന് ഈ ഒരു മേഖലയ്ക്ക് ഇറങ്ങി തിരിച്ചത്? ഒരു പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങാം എന്നൊക്കെ ഏതൊരു ഘട്ടത്തിലാണ് അങ്ങനെ ഇതിലേക്ക് വന്നത്? ഞാൻ 2010 തൊട്ട് 15 വരെ പഞ്ചായത്ത് മെമ്പറായിരുന്നു. ആ സമയത്തും വളരെ ആസ്വദിച്ച് ഈ മെമ്പർ എന്നുള്ള ഈ ഒരു ജനസേവനം വളരെ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോഴായാലും അത് തന്നെ. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഇത് ഞാൻ തന്നെയാണ് എൻജോയ് ചെയ്യുന്നത്. അവർക്കൊരു കാര്യം ചെയ്തു കൊടുക്കാൻ സാധിക്കുമ്പോൾ
അവരുടെയൊക്കെ സന്തോഷം എനിക്കാണ്. അപ്പൊ ഞാൻ തന്നെ അതിൽ എൻജോയ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് എനിക്കിത് വലിയൊരു ഭാരമായിട്ടൊന്നും തോന്നാറില്ല. ജനസേവനം ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മേഖലയ്ക്ക് വന്നത്. പഞ്ചായത്തിലെ ഓണമൊക്കെ എങ്ങനെയാണ് ആഘോഷിക്കാറ്? ജനങ്ങളുടെ കൂടെ തന്നെയാണോ? അതെ. പഞ്ചായത്തിൽ ഇപ്പോൾ ഓണാഘോഷം ശരിക്കും ഒരാഴ്ചയായി തുടങ്ങി കഴിഞ്ഞു. നമ്മൾ ഭിന്നശേഷിക്കാരുടെ കലോത്സവം ഉണ്ടായിരുന്നു, അങ്കണവാടി കുട്ടികളുടെ കലോത്സവം ഉണ്ടായിരുന്നു, ഇനി വനിതകളുടെ കലോത്സവം, അങ്ങനെ ഓരോ വിഭാഗത്തിൽപ്പെട്ടവരുടെ ഉത്സവമായിട്ട് തന്നെയാണ് നമ്മൾ ഓണാഘോഷിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിന് ശേഷം 1, 2, 3 തീയതികളിൽ പഞ്ചായത്തിൻ്റെ ഓണാഘോഷം, പഞ്ചായത്ത് കോമ്പൗണ്ട് മുഴുവൻ പന്തലിട്ട് അവിടെ കുടുംബശ്രീയുടെ ചന്ത, കർഷകരുടെ ചന്ത, ഒപ്പം തന്നെ നമ്മുടെ കുടുംബശ്രീ അംഗങ്ങളുടെ കലാപരിപാടികൾ, ഹരിതകർമ്മസേനയുടെ കലാപരിപാടികൾ, വലിയൊരു ആഘോഷമാണ്. ഒരു 3-ാം തീയതിയോടു കൂടി നമ്മൾ പൊതുജനങ്ങൾക്കായിട്ടുള്ള ഒരു സദ്യ, ഓണസദ്യയും കൂടി ഒരുക്കാറുണ്ട്. ഇതെല്ലാ വർഷവും നമ്മൾ ചെയ്തു പോരുന്നതാണ്, ഈ വർഷവും ഉണ്ട്. അങ്ങനെ ഓണം വലിയൊരു ആഘോഷമായി നമ്മൾ ആഘോഷിക്കുന്നതിനോടൊപ്പം നമ്മളോടൊപ്പം നമ്മുടെ കൂടെയുള്ളവരും കൂടി ആഘോഷിക്കുന്നതാണ് കടങ്ങോട് പഞ്ചായത്തിലെ ഓണാഘോഷം. ചേച്ചി ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ എങ്ങനെ ചെലവഴിക്കാൻ ഇഷ്ടം? ചേച്ചിയുടെ ഹോബീസ് ഒക്കെ എന്താണ്? ഹോബീസ് എനിക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, ഒപ്പം തന്നെ പാചകം എനിക്ക് ഇഷ്ടമാണ്. എല്ലാ പരീക്ഷണങ്ങളൊക്കെ നോക്കാറുണ്ട്. പാചകം എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു മേഖലയാണ്. ചെറുപ്പത്തിലേ തൊട്ട് പാചകത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ? അങ്ങനെയില്ല. എൻ്റെ അച്ഛൻ നല്ല ടേസ്റ്റിൽ കഴിക്കുന്ന ഒരാളാണ്, വിഭവങ്ങൾ അധികം ഇല്ലെങ്കിലും നല്ല ടേസ്റ്റിൽ കഴിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ അവിടെ ശ്രമിക്കാറുണ്ട്. അത് കണ്ടിട്ട് തന്നെയാണ് ഞാനും പഠിച്ചത്. പക്ഷെ പാചകം എനിക്കിഷ്ടമുള്ള ഒരു മേഖലയാണ്. പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, യാത്രകൾ ഇഷ്ടമാണ്. യാത്രകൾ പോകാറുണ്ടോ? പോകാറുണ്ട്. അങ്ങനെയില്ല, നമുക്ക് ഇപ്പം അധികം പറ്റുന്നത്, ഇപ്പം നമുക്ക് ഔദ്യോഗികമായിട്ടുള്ള യാത്രകളാണ് കൂടുതലുണ്ടാവുക. പക്ഷെ യാത്രകൾ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു, എല്ലാം ആസ്വദിച്ച് ചെയ്യുന്ന ഒരാളാണ്. ഡാൻസിലൊക്കെ ഡാൻസിലൊന്നും, പക്ഷേ ഇപ്പോൾ എൻ്റെ ഈ ഷോ കാണുന്ന എൻ്റെ വിദ്യാഭ്യാസ കാലത്തെ കുട്ടികളുണ്ടെങ്കിൽ അറിയാം, അവർക്ക് ഞാൻ മറ്റേ ഓണക്കാലത്തിൽ തിരുവാതിര അങ്ങനെയുള്ള പല പരിപാടികളും പങ്കെടുക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ തീരെ പങ്കെടുക്കാറില്ല. ഓണായിട്ട് തിരുവാതിരയിലും അതിലൊക്കെ ഉണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, പഞ്ചായത്തിൽ ഞങ്ങൾ ഓണാഘോഷം എല്ലാം ഉണ്ട്. എല്ലാവരും കൂടിയിട്ടാണത്. പഞ്ചായത്തിലെ മെമ്പർമാരും, അത് ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും പങ്കെടുക്കും, സ്റ്റാഫുകൾ പങ്കെടുക്കും, എല്ലാവരും കൂടിയിട്ടാണ്. ആ 3 ദിവസം ശരിക്ക് കടങ്ങോട് പഞ്ചായത്തിലെ ഒരു ആഘോഷമാണ്. അതിൽ വലുത് ചേർന്നുള്ള വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും കൂടിയിട്ടുള്ള വലിയൊരു ആഘോഷമാണ്. ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ഓണസദ്യയാണ്. അപ്പോൾ ഓണസദ്യയിൽ ചേച്ചിക്ക് ഏത് വിഭവമാണ് ഇഷ്ടം? ഓണസദ്യയിൽ പായസം എല്ലാവർക്കും ഇഷ്ടമാണ്. അതുപോലെ പായസം നല്ല ഇഷ്ടമാണ്. ഏത് പായസം ഇഷ്ടം? പാലട. പായസത്തിൽ പാലടയാണ് എനിക്ക് ഏറ്റവും താല്പര്യം. പിന്നെ എല്ലാ വിഭവങ്ങളും ഇഷ്ടമാണ്, കാളനായാലും അവിയലായാലും അങ്ങനെ എല്ലാ വിഭവങ്ങളും ഓണസദ്യയിൽ ഇഷ്ടമാണ്. ഇതിനി ഇങ്ങനെ നല്ലോണം ഒന്ന് വെന്ത് ഒന്ന് വെള്ളം വറ്റണം. കിച്ചടിയുടെ പ്രത്യേകത ഇത് നമ്മൾ ഇലയിലിട്ടാൽ ഒഴുകി പോകാതെ കിടക്കുന്ന ഒരു തൊടുകറിയാണ് കിച്ചടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക. നന്നായി വെന്ത് നമുക്ക് കഴിക്കുമ്പോൾ അത് പൈനാപ്പിൾ ആണെന്ന് മനസ്സിലാവണം. ആ രീതിയിൽ നല്ല രീതിയിൽ ഉടഞ്ഞു പോകണ്ട, കടിക്കുമ്പോൾ ഒന്ന് പൈനാപ്പിൾ ആണെന്ന് മനസ്സിലാവണം. അല്ലാത്ത ദിവസങ്ങളിലും കിച്ചടിയൊക്കെ വീട്ടിൽ ട്രൈ ചെയ്യാറുണ്ടോ? കിച്ചടി വെക്കാറുണ്ട്. കിച്ചടി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അധികം ഇൻഗ്രീഡിയൻസ് വേണ്ട. നമുക്ക് മാത്രമല്ല, ഈ കടുകൊക്കെ ചേർക്കുന്നതുകൊണ്ട് വയറിനൊക്കെ നല്ലതാണ്. കിച്ചടി ഉണ്ടാക്കാറുണ്ട്. ചേച്ചി എത്ര കാലമായി ഒരു ജനപ്രതിനിധി എന്നുള്ള ഒരു ഇതിലേക്ക് എത്തിയിട്ട്? ഞാൻ 2010 മുതൽ 10 തൊട്ട് 15 വരെയുള്ള 5 വർഷം ജനപ്രതിനിധിയായിരുന്നു. ഒരു വാർഡ് മെമ്പറായിരുന്നു. നീണ്ടൂർ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ഒരു മെമ്പറായിരുന്നു. അതിനുശേഷം 5 വർഷം ഇടവേള ഉണ്ടായിരുന്നു. ഇപ്പോൾ 2020 തൊട്ട് 25 വരെ ഈ നീണ്ടൂർ എൻ്റെ വാർഡിനെ തന്നെ പ്രതിനിധീകരിച്ചാണ് ഞാൻ മെമ്പറായത്. ഒപ്പം തന്നെ പ്രസിഡന്റ് കൂടി. വീട്ടിൽ നിന്ന് വലിയൊരു സപ്പോർട്ട് ഉണ്ട്. ഒരു ജനപ്രതിനിധിക്ക് വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഇല്ലെങ്കിൽ അത് വിജയിക്കാൻ പറ്റില്ല. കാരണം പ്രത്യേകിച്ച് ഒരു പ്രസിഡന്റും കൂടി ആകുമ്പോൾ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് സമയത്തിന് വീട്ടിലെത്താനോ അല്ലെങ്കിൽ കൂടുതൽ സമയം വീട്ടിൽ ചെലവഴിക്കാനോ നമുക്ക് സാധിക്കില്ല. വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ഈ മേഖലയിൽ വിജയിക്കാൻ പറ്റുള്ളൂ. ഇതിനി കുറച്ചും കൂടി ഒന്ന് കുറുകാനായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണുള്ളത്? തേങ്ങ അരയ്ക്കാണ്ട് തോന്നുന്നു അല്ലേ? ഇനി ഇതൊന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് കുറുകി വരണം. അതിനു മുന്നേ നമുക്ക് ഇതിലേക്ക് അരച്ചൊഴിക്കേണ്ടതുണ്ട്. അരപ്പ്, അതിൽ നാളികേരം, പച്ചമുളക്, ഇഞ്ചി, കടുക്. അപ്പോൾ എപ്പോഴാണ് നമ്മൾ തൈര് ചേർക്കതിൽ? തൈര് അവസാനമാണ് ചേർക്കുക. അവസാനമാണ് ചേർക്കുക. അത് നന്നായി വെന്ത് പോകേണ്ട കാര്യമില്ല. നാളികേരൊക്കെ ഒഴിച്ചതിന് ശേഷമാണ് അവസാനമാണ് തൈര് ചേർക്കുക. ഇനിയിപ്പോൾ എന്തായാലും ഇത് വേവണ ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ അരപ്പൊന്ന് അരച്ചിട്ട് വരാം.
നമ്മളിവിടെ അരപ്പരച്ച് വന്നിട്ടുണ്ട്. ഇതിൽ തേങ്ങ ചിരകിയതും പിന്നെ ഇഞ്ചിയും പച്ചമുളകും കടുകും അരച്ചിട്ടുള്ള അരപ്പാണ്. ഇത് ഇതിലേക്ക് ഇടാനായോ? വെള്ളം ഒക്കെ വറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് വറ്റണം തോന്നുന്നു അല്ലേ? നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് പൈനാപ്പിളിന്റെ. ഒന്നുകൂടി വറ്റിയോട്ടെ, ഒന്നുകൂടി വറ്റിയിട്ട് നമുക്കിത് ഇടാം. ചേച്ചി എങ്ങനെ വെക്കാൻ മാത്രല്ല കഴിക്കാനും ഇഷ്ടമാണോ? ആണ്, എന്നെ കണ്ടാറിനോട് ഭക്ഷണം കഴിക്കാനും ഇഷ്ടമാണ്. അതെ, ആസ്വദിച്ച് കഴിക്കാനും എല്ലാവർക്കും ബാക്കിയുള്ളവർക്ക് വെച്ച് കൊടുക്കാനും അതുപോലെ തന്നെ ആസ്വദിച്ച് കഴിക്കാനും ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. വീട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഭക്ഷണം വെക്കണതും. ഭക്ഷണം നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം മറ്റുള്ളവർ കഴിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വലിയ സന്തോഷമല്ലേ. നമ്മൾ ചെയ്യുന്ന ജോലിയെല്ലാം എൻജോയ് ചെയ്താൽ ഒരു ജോലി നമുക്ക് മടുപ്പുണ്ടാവില്ലേ? ഇതിപ്പോൾ വെള്ളം വറ്റി വന്നു തുടങ്ങി. അരപ്പിലേക്ക് ഒഴിക്കാം. അരപ്പ് നമ്മൾ ഒഴിക്കാൻ പോവാണ്. ഇത് മൊത്തം ഒഴിക്കണം? മൊത്തം ഒഴിക്കാതെ. നമ്മൾ അരപ്പ് ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. ഇത് നമ്മളിതിലേക്ക് തൈര് ഒഴിക്കാൻ പോവാന്നല്ലേ? ഇതെങ്ങനെയാ? പുളിപ്പുള്ള തൈര് യൂസ് ചെയ്യുക? ഒരു മീഡിയം പുളിപ്പാണ് ഉണ്ടാവുക. ഒപ്പം തന്നെ തൈര് മിക്സിയിലിട്ടിട്ട് അങ്ങനെ വളരെ ലൂസാക്കിയിട്ട് ഒഴിക്കരുത്. ഞാൻ പറഞ്ഞില്ല, ഒരു തൊടുകറിയാണ്. അപ്പം നമുക്കത് ലൂസാക്കിയത് ആകെ ഇതാവും. ഒന്ന് ചെറുതായി ഒന്ന്. കിച്ചടി നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാൻ തോന്നുന്നുണ്ട് അല്ലേ? കിച്ചടി നമുക്കിപ്പോൾ ഇതിനോടൊപ്പം തന്നെ ബീട്രൂട്ട് കിച്ചടി എല്ലാ സാധനവും കൊണ്ടും ഉണ്ടാക്കാം. വെണ്ടക്കായ, ബീട്രൂട്ട്, വെള്ളരിക്കായ, അങ്ങനെ പല സാധനങ്ങൾ കൊണ്ട് കിച്ചടി ഉണ്ടാക്കും. വെള്ളരിക്ക കിച്ചടി ടേസ്റ്റാണ്. അതിലാകുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കില്ല. അപ്പോൾ വെള്ളരിക്കയിലൊക്കെ ആകുമ്പോൾ വെള്ള കളറല്ലേ ഉണ്ടാവുക, അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കില്ല. പൈനാപ്പിൾ കിച്ചടിയിലാണ് മഞ്ഞൾപ്പൊടി ചേർക്കുള്ളൂ. കാരണം പൈനാപ്പിളിൻ്റെ കളർ ഒരു മഞ്ഞൾ ഉണ്ടല്ലോ. അതുപോലെ തന്നെ വെള്ളരിക്കൊക്കെ വേവിക്കാതെയും കിച്ചടി ഉണ്ടാക്കാം. വേവിക്കാതെയും വെള്ളരിക്കായൊക്കെ ആണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് കിച്ചടി ഉണ്ടാക്കുന്നത്. ഇത് തള വരണ വരെ നമ്മൾ നിൽക്കണം. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ ഇനി ഒന്ന് തിളച്ചാൽ മതി. പിന്നെ ഇതിരുന്നിട്ട് ഒന്ന് കട്ടി ആയിക്കോളും. ഇതിൽ എങ്ങാനും കുറവുണ്ടോ എന്ന് നോക്കാം. ഒരു നമ്മൾ ഉപ്പും കൂടി വേണം. നമ്മൾ കടുക് താളിക്കണം എന്നല്ലേ? ഒരു മധുരമുണ്ട്, ഉപ്പുണ്ട്. അധികം തിളച്ചത് ലൂസായി കൊണ്ടുവരും. ഇനി നമുക്ക് കത്തിക്കെടുത്തില്ല. ഇനി ഇതിലേക്കൊന്ന് താളിച്ചിടണം. നമുക്ക് വയ്ക്കാം. വെളിച്ചെണ്ണ ഇനി നമ്മൾ താളിക്കാനുള്ളതാണ്. വെളിച്ചെണ്ണ തന്നെയാണോ യൂസ് ചെയ്യാറ്? ആട്ടിയ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറ്. ചേച്ചി വെളിച്ചെണ്ണ തന്നെയാണോ യൂസ് ചെയ്യാറുള്ളത്? അതെ അതെ. വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ വില കൂടി, തേങ്ങയ്ക്കും വില കൂടി. അപ്പോൾ ഒരു വീട്ടമ്മ എന്ന നിലയ്ക്ക് ഇതൊക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത്, വില കൂടിയ കാര്യം? സാധനങ്ങൾക്ക് വില കൂടിയാൽ വീട്ടമ്മമാർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ നാളികേര കർഷകർക്കൊക്കെ കുറച്ച് വില കിട്ടുമല്ലോ. പിന്നെ ഓണം സീസണൊക്കെ ഓണം സീസണിൽ വെളിച്ചെണ്ണയാണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. വില കൂടുതൽ തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, കർഷകർക്ക് വില കിട്ടുന്ന ഒരു കാര്യം കൂടി ആയിട്ടോടൊപ്പമുള്ള കാരണം കൊണ്ട് നാളികേരമൊക്കെ ഇപ്പോൾ തെങ്ങൊക്കെ മുറിച്ച് കളയുടെ കർഷകർ അവസ്ഥയിലായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തം വന്നിട്ട് ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി നമുക്ക് കടുകിടാം. കടുകിട്ടിട്ടുണ്ട്. അതിലേക്ക് കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ വറ്റൽമുളക് ഇടുക. ഒപ്പം തന്നെ വേപ്പിലും. വറ്റൽമുളക് ഇട്ടാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. കരിഞ്ഞു പോകില്ല. ഇതിന് ചൂടുകൊണ്ട് ആയിക്കോളും. പിന്നെ വേപ്പില.
നമ്മുടെ പൈനാപ്പിൾ കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ലേ? അതെ, നല്ല നല്ല മണമൊക്കെ വരുന്നുണ്ട്. പൈനാപ്പിൾ കിച്ചടി റെഡി. നമ്മുടെ പൈനാപ്പിൾ കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സെർവ് ചെയ്യാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ് ഇപ്പോൾ ഇതിനുള്ളത് കേട്ടോ. നമുക്കിനി സെർവ് ചെയ്യാം. ഓക്കെ. മീനേച്ചി നമുക്ക് തന്നെ സ്നേഹത്തോടെ ഉണ്ടാക്കി തന്നിട്ടുള്ള പൈനാപ്പിൾ കിച്ചടി എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ആ ഒരു പൈനാപ്പിളിൻ്റെ ടേസ്റ്റും പിന്നെ ഉപ്പും എല്ലാം ഭയങ്കര പാകമായിട്ട്. നമുക്ക് ചേച്ചി പറഞ്ഞു ചേച്ചിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, ആസ്വദിച്ച് കഴിക്കുന്ന കൂട്ടത്തിലാണെന്നും പറഞ്ഞു, എല്ലാവർക്കും വെച്ച് കൊടുക്കാൻ ഇഷ്ടമാണെന്നും പറഞ്ഞു. കറക്റ്റാണ്. കാരണം എല്ലാം കറക്റ്റായിട്ട് ഉപ്പും മധുരവും എല്ലാം സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി. ഒരു തിരക്കേറിയ ഒരു ജനപ്രതിനിധിയാണ്, കുറേ അധികം തിരക്കുകളുണ്ട്. അതിനൊക്കെ മാറ്റി വെച്ച് ഒരു കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കിച്ചടിയൊക്കെ ഉണ്ടാക്കി തന്നു. ഓണാണ്. ഓണായിട്ട് നമ്മുടെ ജനങ്ങളോട് എന്താണ് ഒരു സന്ദേശമായിട്ട് നൽകാനായിട്ടുള്ളത്? ഓണം എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും ഒരു കൂടിച്ചേരലാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായി നമ്മൾ അടുത്ത തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കേണ്ട ഒരു ഒത്തുചേരലാണ് ഓണം. എല്ലാവരും വളരെ സന്തോഷമായി തന്നെ നമ്മൾ ഓണം ആഘോഷിക്കണം. അതിനോടൊപ്പം തന്നെ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നതാണ് മദ്യം, മയക്കുമരുന്ന്. ആ രീതിയിലുള്ള ആഘോഷങ്ങളിലേക്ക് പോകാതെ വീട്ടിലുള്ള എല്ലാവർക്കും സന്തോഷം ഉണ്ടാകുന്ന ആഘോഷങ്ങളിലേക്ക് പോയിക്കൊണ്ട്, ഒപ്പം തന്നെ നമ്മുടെ സർക്കാരിൻ്റെ വലിയൊരു ക്യാമ്പയിനാണ് മാലിന്യമുക്തം. പ്ലാസ്റ്റിക്കൊക്കെ റോഡിൽ വലിച്ചെറിയാതെ ഈ ആഘോഷം കഴിഞ്ഞാലും നമ്മുടെ നാടും നമ്മുടെ ഭൂമിയും നല്ല രീതിയിൽ തന്നെ ആകണമെന്നുള്ള ചിന്തയിൽ കൂടിയിട്ടുള്ളൊരു ഓണമാണ് നമ്മൾ ആഘോഷിക്കേണ്ടത്. എല്ലാവർക്കും, CCTV പ്രേക്ഷകർക്കും മറ്റു എല്ലാവർക്കും കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൻ്റെയും എൻ്റെയും ഓണാശംസകൾ നേരുന്നു. ഓണക്കൂട്ടിലേക്ക് ഒരു വിഭവം പരിചയപ്പെടുത്തി തന്ന കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള മീന സാജിനെ ഒരുപാട് നന്ദി. CCTVയുടെ എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ.